എല്ലാ പ്രിയപ്പെട്ടവർക്കും പീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മിനി അക്വാപോണിക്സിലെ അടുത്ത ഒരു മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ വീഡിയോ ആണ്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് മീനിനെ നമ്മളിതിലുള്ള മീനെയൊക്കെ പിടിച്ചു. ഇതൊരു അക്വാപോണിക്സ് സിസ്റ്റമാണ്. അക്വാപോണിക്സിലുള്ള പച്ചക്കറികളൊന്നും നട്ടിട്ടില്ല. അപ്പോൾ ഇതിലുള്ള മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇനി രണ്ടാമത് കുറച്ച് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ അതിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് അറിയുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മീനിനെ കൊണ്ടുവന്നിട്ടുള്ളത്, ഇതിലിപ്പോൾ ഉള്ളത് റെഡ് തിലാപ്പിയാണ്. ഈ മീനിനെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ കോഴിക്കോടത്തെ വെള്ളവും ഇതിപ്പോൾ വയനാട് ജില്ലയിൽ വയനാട്ടിലത്തെ വെള്ളവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതായത് കോഴിക്കോട് ഉള്ള വെള്ളം കട്ടി കുറവുള്ള വെള്ളവും നമ്മൾ വയനാട്ടിലുള്ളത് നല്ല തണുപ്പും അതുപോലെ തന്നെ കട്ടി കൂടുതലുള്ള വെള്ളം. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മീൻ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് നമ്മളിതിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അവർക്ക് അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കവറോടെ തന്നെ, ഇപ്പം ഇന്നലെ രാത്രിയിലാണ് ഇത് കൊണ്ടുവന്നപ്പോൾ ഈ സമയം വരെ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇവിടെയുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചതായിരുന്നു. അപ്പോൾ ആ തണുപ്പ് വെള്ളവും തമ്മിൽ കുറച്ച് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും, ഏകദേശം തണുപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ കുറച്ചൊരു അരമണിക്കൂറൊക്കെ നമുക്ക് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അതിലുള്ള വെള്ളം, അതായത് ഇതിലുള്ള നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വെള്ളം അത് കുറച്ച് ഇതിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ആ വെള്ളവും ഈ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് പരിചയമാവുന്നത് വരെ കുറച്ച് സമയം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ വെള്ളം തമ്മിൽ ഈ മീൻ കുഞ്ഞുങ്ങൾ വെള്ളം പരിചയപ്പെടുകയും പിന്നെ സ്വാഭാവികമായിട്ട് അതിൽ നീന്തി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് മീൻ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കാൻ പോവാണ്. ഇതിപ്പോൾ 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന IBC ടാങ്കാണ്. ഈ IBC ടാങ്കിലാണ് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഫിൽട്രേഷനും അതുപോലെ തന്നെ ഓക്സിജനും ഒന്നും ഇല്ലെങ്കിൽ തന്നെ പരമാവധി പോയാൽ ഒരു 20 മീനൊക്കെ നമുക്ക് ഇതിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് അതിലിടാം. പക്ഷെ അത് വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അതിൽ കിട്ടാതെ വരും. സ്വാഭാവികമായിട്ട് വളർച്ച കുറയും, അതുപോലെ തന്നെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഏകദേശം 250 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലിടുന്നത്. അത് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പിടിച്ചു മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓക്സിജൻ എയറേഷൻ സംവിധാനം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനം നിങ്ങൾക്കറിയാം. അപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ ഡ്രമ്മിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പിൽ നിന്ന് അതിൻ്റെ മീനിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ, സ്ലറി കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ട് അടിയുകയും അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം, സ്ലറിയൊക്കെ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടി വെള്ളം നമുക്ക് പ്ലാസ്റ്റിക് ചാക്കുകളാണ്, നമ്മൾ ഉള്ളിയൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ചാക്കുകളാണ്. അതുപോലെ തന്നെ സ്പോഞ്ച്, അതുപോലെ തന്നെ മെറ്റൽ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഈ മോട്ടർ വഴി നമ്മൾ ഇതിലേക്ക് വീണ്ടും അടിച്ചു കയറ്റാണ് ചെയ്യുന്നത്. അടിച്ചു കയറ്റിയിട്ട് പിന്നെ നമ്മൾ ഈ സൈഫൺ വഴി നമ്മൾ ഇതിലേക്ക് തന്നെ അമോണിയ കണ്ടന്റുകളൊക്കെ നമ്മൾ ഇതിൽ നടുന്ന ചെടികൾ വലിച്ചെടുക്കും. അതിനുശേഷം ആ വെള്ളം ശുദ്ധീകരിച്ചതിന് ശേഷം നല്ല വെള്ളം ആണ് വീണ്ടും ഇതിലേക്ക് സൈഫൺ വഴി നമ്മൾ തുറന്നു വിടുന്നത്. അത് ഓട്ടോമാറ്റിക് ചെയ്തോളും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പച്ചക്കറിയാണ് ഇനി നടാൻ പോകുന്നത്, അത് പിന്നീട് കാണിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ 250 മീനുകളെയാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സെറ്റപ്പുകൾ നമ്മൾ ചെയ്തതിന് ശേഷമേ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടിടാവും. അപ്പോൾ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ എയറേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഫിൽട്രേഷൻ കൊടുക്കാനൊക്കെ നിന്നാൽ ഒരു പക്ഷേ പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് 250 റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഇതിൽ നിക്ഷേപിക്കാൻ പോവാണ്.
ഇതിപ്പോൾ ഇതിലുള്ള വെള്ളമാണ്. ഇതിലുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഏകദേശം അത്ര തന്നെ വെള്ളം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഏകദേശം ആ വെള്ളത്തിൻ്റെ അത്ര തന്നെ വെള്ളം പറ്റുകയാണെങ്കിൽ നമ്മളത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ, മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് നേരം നമുക്ക് അവർക്ക് ആ വെള്ളമായിട്ടൊന്ന് പരിചയമാവുന്നത് വരെ നമ്മൾ കുറച്ച് നേരം ഒന്ന് നിർത്തണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പമുള്ള റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മീനെ മുഴുവനായിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ കൂടുതൽ സമയം കൊടുക്കണം. അതായത് എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ, മീനിന്റെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമ്മളിതിൽ ഓക്സിജൻ സംവിധാനം നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്കതിൽ ഓക്സിജൻ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അത് ചത്തുപോകാനും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയെ ബാധിക്കാനും സാധ്യതയുണ്ട്.